നമസ്കാരം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നത്. ഇലക്ഷന് മുൻപ് എല്ലാ സർവേകളിലും തമിഴ്നാട്ടിൽ സ്റ്റാലിനും DMKയുമാണ് മുന്നിട്ട് നിന്നത്. എക്സിറ്റ് പോളിൽ ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് TVKയുടെ മുന്നേറ്റം പ്രവചിച്ചത്. ദേശീയ മാധ്യമങ്ങൾ വരെ രാജ്യത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി എഴുതിയത് DMK തലവൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന്റെ പേരാണ്. ഒരു വേള ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും സ്റ്റാലിൻ പരിഗണിക്കപ്പെട്ടിരുന്നു. തമിഴകത്തെ സാധാരണക്കാരിൽ വരെ സ്റ്റാലിന് ഒരു ഇമേജ് ഉണ്ടെന്നത് സത്യമാണ്. സ്റ്റാലിൻ കാലത്ത് തമിഴകം വികസനത്തിൽ കുതിച്ചുയർന്ന കാലം കൂടിയായിരുന്നു എന്നതും യാഥാർത്ഥ്യം. പക്ഷേ എന്നിട്ടും DMKയ്ക്ക് ഇത്തവണ അടിതെറ്റി. കൊളത്തൂരിലെ തന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ സ്റ്റാലിൻ 8785 വോട്ടിന് തോറ്റുവെന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് DMKയുടെ പരമ്പരാഗത വോട്ടുകളിൽ ഈ രീതിയിൽ വിജയ് വിള്ളലുണ്ടാക്കുമെന്നും ആരും കരുതിയില്ല. AIADMK BJP സഖ്യത്തിന്റെ വോട്ടല്ല, DMK എന്ന ഏതാണ്ട് കേഡർ സെറ്റപ്പുള്ള പാർട്ടിയുടെ വോട്ടാണ് വിജയ് പിടിച്ചത്. അതിനു പിന്നിൽ അവസാന നിമിഷം TVK നടത്തിയ ചില പൂഴിക്കടകൻ തന്ത്രങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വിജയെ തുണച്ചത് സ്ത്രീ വോട്ടർമാരാണ്. വിജയ് നടത്തിയ വാഗ്ദാന പെരുമഴ മൂലം സ്ത്രീ വോട്ടർമാരിലുണ്ടായ ഷിഫ്റ്റാണ് ഇപ്പോൾ അസാധാരണമായ വിജയത്തിന് കാരണമായി തമിഴ് വോട്ടർമാർ പറയുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വധുക്കൾക്ക് 1 പവൻ സ്വർണവും 1 പട്ടുസാരിയും നൽകുമെന്നതാണ് വാഗ്ദാനം. ഇത് BPL കുടുംബങ്ങൾക്കാണ് നൽകുന്നത്. എന്നാൽ TVK പ്രവർത്തകർ ഇക്കാര്യം മറച്ചുവെച്ചു. വിവാഹിതരാകുന്ന എല്ലാവർക്കും 1 പവൻ കിട്ടുമെന്ന് അവർ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ TVKയ്ക്ക് അധികാരം കിട്ടിയത് 5 പവനായി ഉയർത്തുമെന്നും പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് വനിതകൾക്കിടയിൽ ഒരു രഹസ്യ തരംഗമായി മാറി. 60 വയസ്സിന് താഴെയുള്ള എല്ലാ കുടുംബനാഥകളായ സ്ത്രീകൾക്കും പ്രതിമാസം 2500 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നും വിജയ് പറയുന്നു. ഓരോ കുടുംബത്തിനും വർഷത്തിൽ 6 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ അമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ വർഷത്തിൽ 15000 രൂപ ധനസഹായം. സ്വയം സഹായ സംഘങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമോതിരവും ബേബി കിറ്റും നൽകുന്ന തായ്മാമൻ തങ്കമോതിരം പദ്ധതിയും വാഗ്ദാനത്തിലുണ്ട്. ഈ പദ്ധതികളെ അണ്ണൻ ഷീർത്തിട്ടം, അതായത് സഹോദരന്റെ സമ്മാനം എന്ന പേരിലാണ് വിജയ് അവതരിപ്പിച്ചത്. DMK, AIADMK തുടങ്ങിയ മുന്നണികൾ നൽകുന്ന വാഗ്ദാനങ്ങളെക്കാൾ വലിയ തുകകളും ആനുകൂല്യങ്ങളും വിജയ് പ്രഖ്യാപിച്ചത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചു. ഇത് നിശബ്ദ തരംഗമായി എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള നടനാണ് വിജയ്. യുവാക്കളുടെ വോട്ടുകളും വിജയിലേക്ക് ഒഴുകി. യുവജനങ്ങളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെയും വോട്ടുകൾ വലിയ തോതിൽ TVKയിലേക്ക് മാറിയെന്നത് ഇലക്ഷന് ശേഷം തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇത്തവണ DMKയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി. ക്രമസമാധാന നിലയിലെ വീഴ്ചകൾ, മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം തുടങ്ങിയവ വിജയ് ഉയർത്തിക്കാട്ടി. സർക്കാരിലെ പ്രമുഖ മന്ത്രിമാർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും കേസുകളും ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. വോട്ടെണ്ണൽ വേളയിൽ 31 മന്ത്രിമാർ വരെ പിന്നിലായത് ഇതിന്റെ സൂചനയാണ്. നടൻ വിജയ് ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം അഴിമതിയായിരുന്നു. നിലവിലെ ഭരണകൂടം അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമാണെന്ന് വിജയ് ആവർത്തിച്ച് ആരോപിച്ചു. സ്റ്റാലിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ അഴിമതിയും കോഴയുമാണെന്ന് വെല്ലൂർ സമ്മേളനത്തിൽ അദ്ദേഹം പരിഹസിച്ചിരുന്നു. തമിഴ്നാട് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും കുടുംബവാഴ്ച ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഉദയനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയ വളർച്ചയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആരോപണങ്ങൾ. 2021 തെരഞ്ഞെടുപ്പിൽ നൽകിയ പല വാഗ്ദാനങ്ങളും, വൈദ്യുതി ബിൽ കുറയ്ക്കുക തുടങ്ങിയവ പാലിക്കുന്നത് സ്റ്റാലിൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിജയ് ചൂണ്ടിക്കാണിച്ചു. DMK മോഡൽ ഉൾട്ടാ മോഡലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. എന്തായാലും ഏറ്റവും ഒടുക്കം ചരിത്രമൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് വിജയ് ഒരു സിനിമാ സ്റ്റൈലിൽ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിയിരിക്കാൻ പോവുകയാണ്.